ശ്രീ പി എം മാർഷോ, ഇവിടെ ഒരു പ്രശ്നമുള്ളത് എന്താ വെച്ചാൽ വി ശിവൻകുട്ടി ന്യായീകരിച്ച പി എം ശ്രീയാണിത്. പി എം ശ്രീ നടപ്പാക്കുന്നതോട് കുഴപ്പമൊന്നുമില്ല, NEP നടപ്പാക്കിയാലും കുഴപ്പമൊന്നുമില്ല എന്ന് വി ശിവൻകുട്ടി പറഞ്ഞത് വസ്തുതയാണ്. അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നല്ലോ. വിദ്യാഭ്യാസ മന്ത്രി സ്വാഭാവികമായിട്ടും CPM-ന്റെ ഒരു പ്രധാനപ്പെട്ട തലമുതിർന്ന നേതാവ് കൂടിയാണ്. അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി പദത്തിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ വസ്തുതയാകാനാണല്ലോ വഴി. അപ്പോൾ ആ കാര്യം N. ഷംസുദ്ദീൻ നടപ്പാക്കിയാൽ എന്താ കുഴപ്പം? അപ്പോൾ നിങ്ങൾ സമരത്തിന് പോവോ? ശ്രീ അഭിലാഷ്, ഇവിടെ ലീഗിൻ്റെ വൃന്ദിയും കോൺഗ്രസിൻ്റെ വൃന്ദിയും പറഞ്ഞ ചില കാര്യങ്ങളോട് പ്രതികരിക്കാതെ പോകാൻ വേണ്ടി കഴിയില്ല. അപ്പം അങ്ങ് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ടല്ലോ ഇപ്പോൾ ഷംസുദ്ദീനും VD സതീശനും ചേർന്ന് നടപ്പിലാക്കാൻ വേണ്ടി പോകുന്ന PM ശ്രീ ഏത് PM ശ്രീയാണ് എന്നുള്ളത്. അതാണ് ലീഗിൻ്റെ ഹലാലായ PM ശ്രീ. ആ ഹലാലായ PM ശ്രീയാണ് ഇവർ നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നത് എന്നാണ് ആവർത്തിച്ച് UDF-ന്റെ നേതൃത്വം വ്യക്തമാക്കിക്കൊണ്ടേയിരിക്കുന്നത്. നേരത്തെ ലീഗിൻ്റെ പ്രതിനിധി ചോദിച്ചു, എന്തായിരുന്നു ഞങ്ങൾ നേരത്തെ പറഞ്ഞതിൽ നിന്ന് ഇപ്പോഴെത്തുമ്പോഴേക്ക് എന്ത് മാറ്റാണുള്ളത് എന്ന്. ആ മാറ്റം നേരത്തെ അറബിക്കടൽ ഉണ്ടായിരുന്നു, ഇപ്പോൾ അറബിക്കടലില്ല. നേരത്തെ ചവറ്റുകൊട്ട ഉണ്ടായിരുന്നു, ഇപ്പോൾ ചവറ്റുകൊട്ട ഇല്ല. നേരത്തെ ഡീൽ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഡീലില്ല. ഇതൊന്നും ഇല്ലാത്ത ഹലാലായ PM ശ്രീയാണ് ഇവർ ഇപ്പോൾ നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നത്. അദ്ദേഹം തന്നെ ഇപ്പോൾ KM ഷാജിയുടെ ബഹുമാനായിട്ടുള്ള മന്ത്രി KM ഷാജിയുടെ പ്രസംഗത്തെ ഉൾപ്പെടെ കോട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു, നെഹ്റുവിനെയും ഗാന്ധിയെയും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് കാവ്യവൽക്കരിക്കപ്പെട്ട ഒരു പാഠപുസ്തകം ഇവിടെ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ അതിനെ വലിച്ച് താഴെടും എന്നാണ് ഷാജി പറഞ്ഞത് എന്ന നിലയ്ക്ക്. ആ നിലക്കുള്ള ഒരു പാഠപുസ്തകം, ആ നിലക്കൊരു പാഠ്യപദ്ധതി കേരളത്തിൽ സാധ്യമാവില്ല. അങ്ങനെ ഒരു പാഠപുസ്തകം കേരളത്തിൽ ജനിക്കില്ല എന്ന് കേരളത്തിന്റെ ചരിത്രം അറിയുന്ന, കേരളത്തിന്റെ രാഷ്ട്രീയ പറഞ്ഞ പോലെ രാഷ്ട്രീയ പ്രബുദ്ധത അറിയുന്ന മുഴുവൻ ആളുകൾക്കും ബോധ്യമുള്ള കാര്യമാണ്. ആ നിലക്ക് ഇപ്പോൾ NCERT പാഠപുസ്തകങ്ങൾ രാജ്യത്ത് പരിഷ്കരിക്കുന്നതിന് വേണ്ടി വെട്ടി മാറ്റുന്നതിന് വേണ്ടിയിട്ടൊക്കെ ശ്രമം ഉണ്ടായ സമയത്ത് എങ്ങനെയാണ് കേരളം അതിന് പ്രതിരോധം തീർത്തത് എന്നതിൻ്റെ അനുഭവം നമ്മുടെ മുൻപിലുണ്ട്. ഈ നാട്, ഈ കേരളത്തിനകത്തെ വിദ്യാർത്ഥികൾ എന്തെല്ലാം സംഭവിച്ചാലും നെഹ്റു ഉള്ള, ഗാന്ധിയുള്ള, മൗലാന അബ്ദുൽ കലാം ആസാദുള്ള, ഈ പറഞ്ഞ പോലെ യുക്തിക്ക് നിരക്കുന്ന, ഈ പറഞ്ഞ സയന്റിഫിക് ടെമ്പറുള്ള പാഠ്യപദ്ധതിയും സിലബസും ചരിത്ര യാഥാർത്ഥ്യങ്ങളിൽ ഊന്നിയുള്ള പാഠ്യപദ്ധതിയെ പഠിക്കൂ എന്നുള്ളതിനകത്തൊരു തർക്കവും വേണ്ട. ഇവര് തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ നാടിന്റെ മുൻപിൽ അവതരിപ്പിച്ചത് അത്രയും ഈ ഘട്ടത്തിൽ പൊളിഞ്ഞു വീടുകയാണ് എന്നുള്ളതാണ്. നേരത്തെ ഈ പറഞ്ഞ കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്നത് കേട്ടു, രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് ആയിരുന്നു കേരളത്തിൽ, അദ്ദേഹം പറഞ്ഞു വെച്ചതിന്റെ ആകെ തുക ഇതാണ്, രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് ആയിരുന്നു കേരളത്തിൽ അധികാരത്തിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇതാവില്ലായിരുന്നു, മറ്റൊന്നാകുമായിരുന്നു എന്ന് ധ്വനിപ്പിക്കുന്ന വർത്തമാനമാണ് കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞത്. ഞങ്ങളും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സന്ദർഭത്തിലും അതിനുശേഷവും ഇന്ന് പുതിയ ഗവൺമെന്റ് വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള പല നീക്കങ്ങളുടെയും പശ്ചാത്തലത്തിലൊക്കെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇത് മറ്റൊരു VD സതീശന്റെ മറ്റൊരു കോൺഗ്രസ് ആണ് കേരളത്തിൽ അധികാരത്തിലുള്ളത്. 3 MLA-മാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് BJP നാട് ഭരിക്കുന്നതിന്റെ അനുഭവത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇവർ ആവർത്തിച്ച് പറയുകയാണ്. ഞങ്ങളുടെ പൊളിറ്റിക്കൽ പൊസിഷൻ ഇതല്ല, ഞങ്ങൾ മറ്റൊരു പൊളിറ്റിക്കൽ പൊസിഷനിൽ നിന്നുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ മുൻകാലങ്ങളിൽ നിലപാട് പറഞ്ഞാൽ അതിൽ നിന്ന് ഇപ്പോൾ മാറ്റല്ല എന്നൊക്കെ പറഞ്ഞു. UDF-ന്റെ പൊളിറ്റിക്കൽ പൊസിഷൻ പറയുണ്ടെന്ന അവസാനത്തെ ആൾ UDF-ന്റെ കൺവീനർ അല്ലേ? ആ UDF-ന്റെ കൺവീനർ ഇന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ കേരളത്തിന്റെ മുൻപിൽ UDF-ന്റെ പൊളിറ്റിക്കൽ പൊസിഷൻ എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇവർ പറയുന്നുണ്ടല്ലോ, മുൻ ഗവൺമെന്റ് വരുത്തി വെച്ച പിന്മാറാൻ കഴിയാത്തൊരു സാഹചര്യം ഈ പറഞ്ഞ UDF-ന്റെ ഗവൺമെന്റിന് നിലവിൽ ഉള്ളത് കൊണ്ടാണെന്ന് ഞാൻ അങ്ങ് അടക്കം പറഞ്ഞതുപോലെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2025 നവംബർ മാസം 12-ാം തീയതി മരവിപ്പിച്ച ധാരണാപത്രം, അതിനുശേഷം ഇങ്ങോട്ട് 8 മാസം പിന്നിട്ട് കഴിഞ്ഞു. ഈ 8 മാസ കാലയളവിനിടയിൽ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി എന്തധിക സമ്മർദ്ദമാണ് യൂണിയൻ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് കേരളത്തിൽ പുതുതായി അധികാരത്തിൽ വന്ന UDF ഗവൺമെന്റിനുണ്ടായത്? എന്ത് സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ PM ശ്രീ പദ്ധതി 2027 മാർച്ച് മാസത്തിൽ അവസാനിക്കാൻ വേണ്ടി പോകുന്നത്? ചുരുക്കം ചില മാസങ്ങൾ മാത്രം അവശേഷിക്കുന്ന സന്ദർഭത്തിൽ തിടുക്കം പിടിച്ചുകൊണ്ട് 40% ഫണ്ട് അങ്ങോട്ടേക്ക് സംസ്ഥാന ഗവൺമെന്റ് നൽകിക്കൊണ്ട് ഈ പറഞ്ഞ പോലെ പശ്ചാത്തല സൗകര്യ വികസനമാണെങ്കിൽ കേരളത്തിലെ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനം എങ്ങനെയാണ് കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് മുന്നോട്ട് പോയത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മുടെ അനുഭവമുണ്ട്. എന്തിന്റെ പേരിലാണ് തിടുക്കപ്പെട്ടുകൊണ്ട് ഈ നിലയിലേക്ക് ഒരു സ്റ്റാൻഡിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് പൊതുസമൂഹത്തോട് വ്യക്തമാക്കുന്നതിന് വേണ്ടിയുള്ള ഉത്തരവാദിത്വം ഒറ്റ കാര്യം അല്ലല്ല, ഇത് എന്റെ അവസരമല്ലേ? ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ നേരത്തെ സംശയം ചോദിക്കട്ടെ. അല്ല, ഞാൻ പറഞ്ഞു പൂർത്തീകരിച്ചോട്ടെ. ഒരു സംശയം പറഞ്ഞു പൂർത്തീകരിച്ചോട്ടെ സാറേ.
നിങ്ങൾ പേടിക്കല്ലേ? ഞാൻ സംശയം ചോദിക്കട്ടെ? ആർഷോ, നിങ്ങൾ ഭയപ്പെടണ്ട, ഞാൻ ചോദ്യം ചോദിക്കണം, നിങ്ങൾ ഉത്തരം പറഞ്ഞോളി. അയ്യോ ചോദിക്ക്. ഒറ്റവാചകത്തിൽ ചോദ്യം ചോദിക്കാനാ? അത് നിങ്ങളിപ്പോൾ പറഞ്ഞു 8 മാസം കൊണ്ട് UDF-ന്റെ സർക്കാർ സമ്മർദ്ദം ഉണ്ടായിരുന്നു. ഇവിടെ മെയ് 18-ാം തീയതിയാണ് നമ്മൾ ഗവൺമെന്റ് വന്നിട്ടുള്ളത്. അതുവരെ ഇലക്ഷൻ പ്രോസസ്സ് മറ്റുമായിരുന്നു, നിങ്ങളായിരുന്നു ഭരിച്ചിരുന്നത്. അന്ന് 2025 ഒക്ടോബർ 16-ാം തീയതി ഈ MOU ഒപ്പുവെക്കാൻ SFI-യും CPM എല്ലാവരും എതിർത്തിട്ടും ഇവർ ഒപ്പുവെക്കാനുണ്ടായിരുന്ന സമ്മർദ്ദം എന്താണെന്ന് ആർഷോ പറയൂ? എന്ത് സമ്മർദ്ദത്തിന് അടിസ്ഥാനത്തിലാണ് ഒപ്പുവെച്ചത്? മറുപടി. അല്ല, ഞാൻ നേരത്തെ വളരെ കൃത്യമായത് പറഞ്ഞിട്ടുണ്ട്. 2023-24 വർഷത്തെ 24-25 അധ്യയന വർഷത്തെ SSK ഫണ്ട് ഈ പറഞ്ഞ PM ശ്രീയുമായി ഒരു ബന്ധവുമില്ലാത്ത നമുക്ക് കേരളത്തിന് അവകാശപ്പെട്ട ഫണ്ട് PMCയിൽ ഒപ്പുവെച്ചിട്ടില്ല എന്ന ഒറ്റ കാരണത്തിന്റെ പുറത്ത് 1000 കോടിക്ക് മുകളിൽ പണം തടഞ്ഞു വെച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ഇടപെടൽ, അതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ നെഗോഷിയേഷൻ, നിരവധി തവണ ഉത്തരവാദിത്തപ്പെട്ട പൊതുവിദ്യാഭ്യാസ മന്ത്രി അടക്കം കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ നിരന്തര ചർച്ചയുടെ തുടർച്ചയിലാണ് SSK ഫണ്ട് വിട്ടുകിട്ടുന്നതിന് വേണ്ടി അന്ന് സൂചിപ്പിച്ച പോലെ നവംബർ മാസത്തിലല്ല, ഒക്ടോബർ മാസം 23-ാം തീയതി ഈ പറഞ്ഞ MOU ഒപ്പുവെക്കുന്ന നിലയുണ്ടായത്. അത് കഴിഞ്ഞ് നവംബർ മാസം, ഒരാഴ്ചക്ക് പുറം നവംബർ മാസം 4-ാം തീയതി SSK ഫണ്ടിന്റെ ലഭിക്കുന്ന നിലയുണ്ടായി. 4-ാം തീയതി നവംബർ മാസം ചർച്ച നടത്തിയത്. അങ്ങ് ചോദിച്ചു, ഞാൻ മറുപടിയല്ലേ പറയുന്നത്. നിങ്ങൾ എന്തിനാ പേടിക്കണത്? ശരി ഇനിയിപ്പോ അങ്ങനെ ഒരു തർക്കത്തിലേക്ക് പോകണ്ട. കാര്യങ്ങളൊക്കെ തർക്കത്തിന് പ്രസക്തിയില്ല. ഒരൊറ്റ ഇടവേള. ഞാൻ അനൂപിലേക്ക് വരാം. ആർഷോയിലേക്ക് സമയമുണ്ടെങ്കിൽ എനിക്കിപ്പോ